അസ്ത്രം കണക്കൊരു ചോദ്യം തൊടുത്തുവിടുകയും യഥാവിധി യഥാക്രമം യഥാസ്ഥാനത്ത് അത് കൊള്ളുകയും കൊണ്ടവൻ കിടന്ന് വട്ടം തിരികുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു രസകരമായൊരു വീഡിയോ ആണ് ഇവിടെ പങ്കുവെക്കുന്നത്. ഇവൻ്റെ ഈ വിഭ്രാന്തി ഒന്ന് കണ്ടു. തൃശ്ശൂർ വെടിക്കെട്ട് ദുരന്തം, മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപയും പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ച് ബഹുമാനപ്പെട്ട എം.എ. യൂസഫ് അലി സാഹിബ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഒരേ ഒരു ചോദ്യമുള്ളൂ. ശശികല ടീച്ചർ, ആർ.വി. ബാബു, വിദ്യാസാഗർ ഗുരുമൂർത്തി, ലക്ഷ്മി കാനത്താന്റെ കോനത്ത്, അതുപോലെ തന്നെ പ്രതീഷ് വിശ്വനാഥ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ രാവും പകലും ഹിന്ദുവിനെ ഉണർത്താനും ഉയർത്താനും വേണ്ടി നടക്കുന്ന മനുഷ്യരെ ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളുടെ മെമ്പർമാരായിട്ടില്ലേ? ഈ മരണപ്പെട്ടതിൽ ഒരാൾ പോലും മുസൽമാനോ ക്രിസ്ത്യാനിയോ ഇല്ല. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന പൈസ ഏതെങ്കിലും മുസൽമാൻ ക്രിസ്ത്യാനിക്ക് പോകണമെന്നുള്ള ടെൻഷനും വേണ്ട. ഈ മരണപ്പെട്ട പാവങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ വക എന്തെങ്കിലും ഉണ്ടോ? എന്തൊക്കെ ജാതി മനുഷ്യരാണ് നമുക്ക് ചുറ്റിനുള്ളത് അല്ലെ? ഒരു മഹാദുരന്തത്തിന്റെ കിതപ്പിൽ നിന്ന് മാറാതെ കേരളത്തിലെ എല്ലാ ജനങ്ങളും പൊട്ടിക്കരയുന്ന ഈ നിമിഷത്തെ ഇതുപോലെ നാണം കെട്ട ഒരു പരിപാടി കാണിക്കാൻ എൻ്റെ പൊന്നാര ഭാരതീയ, നിൻ്റെ ഈ മാനവികമായ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് വല്ലാത്ത ചിരിയും എന്ത് പറയണമെന്നറിയാൻ വയ്യ. നിങ്ങൾ ഈ ഞാൻ ഭാരതീയൻ എന്ന് പറഞ്ഞ പേജ് എടുത്ത് നോക്കിയേ. ഇന്ന് വരെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു കുഞ്ഞുകുട്ടിക്കെങ്കിലും നാരങ്ങ മുട്ടായിയുടെ ഗുണം ഉപകാരപ്പെടുന്ന ഉപയുക്തമാകുന്ന ഒരു വാക്കും പറഞ്ഞിട്ടുണ്ടോന്ന്? പച്ച വർഗീയതയല്ലാതെ രാവും പകലും മുസ്ലിം എന്നല്ലാത്ത ഒരു വർത്താനം അവൻ്റെ വായിന്ന് വരത്തില്ല. അവൻ പറയാണ് കരഞ്ഞു. നീ എന്തിനാ കരയുന്ന? എടാ, എന്തെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കുക. കരയുന്നതിനേക്കാൾ പ്രസക്തി അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കല, അല്ല കരയുന്നതിനല്ല. ഇവൻ എന്നിട്ട് പറയുന്നൊരു ഡയലോഗ് കിട്ടണേ എനിക്ക് ഭയങ്കര അത്ഭുതം വന്നു പോയത്. അവിടെയാണ് നമ്മൾ പിടിക്കേണ്ടത്. എം.എ. യൂസഫ് അലി എന്ന മനുഷ്യൻ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു. ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും. അതിന് ഗതിയില്ലാത്തവര് എന്ത് ചെയ്യാനാണ്? ഞാൻ കരഞ്ഞു പോയി. ഗതിയില്ലാത്തവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ എം.എ. യൂസഫ് അലിനെ പോലുള്ള സമ്പന്നന്മാരായ ആളുകളൊക്കെ സഹായിക്കും. ഓക്കെ ശരി, പക്ഷേ ഗതിയില്ല. എടാ, എങ്ങനെ ഗതി പിടിക്കൂടാ? എങ്ങനെ നീയൊക്കെ പണിക്ക് പോടാ ഭാരതീയ? നീ വല്ല പണിക്ക് പോവ്. നീ രാവും പകലും 90 ഡിഗ്രി ഇങ്ങനെ ചരിഞ്ഞു കിടന്നിട്ട് നിന്റെ അതേ മനോവിഭ്രാന്തിയുള്ള മനുഷ്യന്മാർക്ക് ഈ വർഗീയത കുത്തിത്തിരിക്കുന്നതല്ലാതെ, എടാ, സോഷ്യൽ മീഡിയയുടെ അപ്പുറം ഒരു ലോകമുണ്ട്. അവിടെ മനുഷ്യരുണ്ട്, എല്ലാത്തരം മനുഷ്യരുണ്ട്. അവരെ കേൾക്കാനും കാണാനും ഒക്കെ നീ പുറത്തോട്ടിറങ്ങി. നീ ഇങ്ങനെ ചരിഞ്ഞു കിടന്നിട്ട് രാവും പകലും നിന്റെ വിചാരം നീ എങ്ങാണ്ട് ഇങ്ങനെ ഈ സ്വിച്ച് ഇടുമ്പോഴാണ് ഈ ലോകം മൊത്തം തിരിയുന്നത്, ഈ രാജ്യം മൊത്തം തിരിയുന്ന ഒരു ഭാവന നിനക്കുണ്ട്. നീ അത് മാറ്റി വെച്ചിട്ട് നിന്നെ സംബന്ധിച്ചുള്ള നിനക്ക് നിന്റെ സമുദായത്തോട് സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ നീ ചെയ്യും. പിന്നെ ഞാൻ അവസാനമായി പങ്കുവച്ച വീഡിയോ ഏതാണെന്ന് ഭാരതീയനറിയോ? നീ കണ്ടു നോക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 രൂപയെങ്കിൽ 1 രൂപ തന്ന് സഹായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലാത്തവർ ഈ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താലും മതി. ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എൻ്റെ സമീപത്ത് നിൽക്കുന്നത് ചന്ദ്രപ്പൻ ചേട്ടനാണ്. ഇദ്ദേഹത്തിൻ്റെ മകൾ ശ്യാമ 28 വയസ്സുകാരിയാണ്. 2 വൃക്കകളും തകരാറിലായിപ്പോയി. വലിയ വിഷമത്തിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ശ്യാമന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് കാണുന്നത്. എൻ്റെ സമീപത്ത് നിൽക്കുന്നതാണ്. അവർക്ക് കിഡ്നി കൊടുക്കാമെന്ന് സന്നദ്ധമായിട്ടുണ്ട്. ആലപ്പുഴയുടെ വടക്കേ അറ്റമായ അരൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു കുഗ്രാമത്തിൽ ജീവിക്കുന്ന ശ്യാമ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി അവർ ആലപ്പുഴയുടെ വടക്കേ ഭാഗമായ ഹരിപ്പാട് ഭാഗത്ത് ഒരു കുഗ്രാമത്തിൽ ജീവിക്കുന്ന എന്നെ വിളിക്കണമെങ്കിൽ, മുസൽമാനായി എന്നെ വിളിക്കണമെങ്കിൽ, പക്ഷെ അവർക്ക് ആദ്യഘട്ടം അവർക്ക് ആലോചിച്ചുകൂടെ? ഭാരതീയനെ പോലുള്ള സമുദായത്തോട് അങ്ങേയറ്റം ഉത്തരവാദിത്തവും പ്രതിബദ്ധതയുള്ള നിങ്ങളടക്കമുള്ള ശശികല അടക്കമുള്ള ആർവി വിളിച്ചൂടെ? എന്തുകൊണ്ട് അവരങ്ങനെ വിളിക്കുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ആ മനുഷ്യർ, ആ വിശാലതയുള്ള മനുഷ്യർക്കൊരു പ്രതീക്ഷയുണ്ടെന്നേ. എൻ്റെ ഭാരതീയ, ഇന്ന് വ്യാഴാഴ്ച, നാളെ വെള്ളിയാഴ്ച. ഞാൻ എൻ്റെ അഡ്രസ്സ് തരാം, നീ എൻ്റെ പള്ളിയുടെ വാതിൽക്ക് വന്ന് നിൽക്ക്. ഒരു വെള്ളിയാഴ്ച കഴിയുമ്പോഴത്തേക്ക് എത്ര സഹോദര സമുദായത്തിൽപ്പെട്ടവർ വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നോളം ഇവിടെ അഭ്യർത്ഥന അവർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പം ഭാരതീയ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു ശ്യാമേനെ സഹായിക്കാൻ വേണ്ടി പോയതിൻ്റെ ഗമയല്ല ഈ പറയുന്നത്. എൻ്റെ കോൺഫിഡൻസ് എന്താണെന്നറിയാമോ? ഈ മുസ്ലിം സമുദായത്തിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ ആർക്കു വേണ്ടിയെങ്കിലും, അയാൾ രോഗിയാണ്, പ്രയാസം അനുഭവിക്കുന്നവരാണ്, എന്തൊരു സഹായം ചോദിക്കുമ്പോൾ 90% അതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ മനസ്സിലാവും, 90% മുസ്ലിങ്ങൾ അതിനൊപ്പം നിൽക്കും. എന്തുകൊണ്ടാണ്? മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും മുസ്ലിം സമുദായത്തിന് ഏറ്റവും വളരെ മഹത്തരമായ ഒരു കർമ്മമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ദാനധർമ്മം. അവർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷ. അത് ഞാൻ പറയണ്ട, എത്രയോ വീഡിയോ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. സഹോദര സമുദായത്തിൽപ്പെട്ടവർ, ഞങ്ങളിതിൻ്റെ ഗമ പറയുകയല്ല. നിങ്ങളെ ജനങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളെ കൊണ്ട് നയാ പൈസയുടെ ഗുണം സമൂഹത്തിലില്ല എന്ന് ജനങ്ങൾക്കറിയാം. ഇപ്പം തന്നെ വയനാട് ദുരന്തത്തിൻ്റെ ഉദാഹരണം ഞാൻ ചോദിച്ചല്ലോ. മുസ്ലിം ലീഗ് കൊടുത്ത, നിങ്ങൾ ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ, മുസ്ലിം ലീഗ് ചെയ്തതുപോലെയെങ്കിലും നിങ്ങൾ
മുസ്ലിം ലീഗിലെ അംഗങ്ങളെക്കാൾ കൂടുതൽ ഈ രാജ്യത്തുള്ളത് ആരാ? നിങ്ങളല്ലേ. നിങ്ങൾ 1 രൂപ വെച്ച് നിങ്ങൾ പിരിച്ചാൽ എത്ര രൂപ കിട്ടും? അപ്പം നമ്മുടെ മലയാളികളല്ലേടാ. മുസ്ലിമീങ്ങളെ അങ്ങ് വിട്, മുസ്ലിമീങ്ങളെ അങ്ങ് വിട്. സമുദായത്തിൽപ്പെട്ടവർക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഗുണം ചെയ്യും? ഈ പറയപ്പെട്ട വർഗീയതയും വിദ്വേഷം അല്ലാതെ എന്തെങ്കിലും ഒരു നന്മ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ടോ? ഒന്ന് ചിന്തിക്കണ ഭാരതീയ. നീ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് നീ ആ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ചിന്തിക്ക്, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു നന്മ സമൂഹത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന്. എടാ, ഈ വർഗീയതയും കുത്തിത്തിരിപ്പും കൊണ്ടും നീ ഇന്ന് വരെ ഒരു കുഴിമന്തിയുടെ ടേസ്റ്റ് നീ അറിഞ്ഞിട്ടുണ്ടോ? നീ കുഴിമന്തി കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ കുഴിമന്തിയുടെ ടേസ്റ്റ് നീ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നത് എൻ്റെ ലൈഫാണ്. മനസ്സിലായില്ല? ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ സഹോദര സമുദായത്തിൽപ്പെട്ടവർ വന്ന് അഭിനന്ദിക്കുകയും ആശീർവദിക്കുകയും ശരിയാണെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ നിന്നെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. നീ കക്കൂസ് 2 ദിവസം 2 മിനിറ്റ് സമാധാനം ഇരുന്നുണ്ടല്ലോ, ഇരിക്കത്തില്ല. നീ ഇരിക്കാൻ പറ്റത്തില്ല നിനക്ക്. എടാ, അതുകൊണ്ട് ഭാരതീയ മനസ്സിൽ നീ കറയും വെറുപ്പൊക്കെ കള, എന്നിട്ട് മനുഷ്യനായിട്ട് ജീവിക്കടാ. 1 വീതം 3 നേരം നീയൊക്കെ എന്നെ ജിഹാദി, വർഗീയവാദി, സുഡാപ്പി, മറ്റേത് മറിച്ചെന്ന് വിളിച്ചാൽ ഇതിൻ്റെ ഒരു വേല പോലെ. ആരിഫ് ഹുസൈൻ ചുമ്മാ നടന്ന് ഫോട്ടോ ഇടുക, ഇതാ കണ്ട ഇവൻ ഭീകരവാദിയാണ്. എൻ്റെ ഭാരതി, നിൻ്റെയൊക്കെ ഊർജ്ജം വെറുതെ പോയി പോകും. അതുകൊണ്ട് അവനവന് എന്തെങ്കിലുമൊക്കെ അടയാളപ്പെടുത്താൻ പറ്റുന്ന നന്മ ഇവിടെ അവസാനിപ്പിച്ചിട്ട് പോകും.